രാവിലെ ദാ ചേച്ചി ഇവിടെ ചക്കയും തേങ്ങയൊക്കെ കൊണ്ടുവന്നിട്ടുണ്ട്. അങ്ങനെ അമ്മ അത് വാങ്ങിക്കാനായിട്ട് നിൽക്കുകയാണ്. പിന്നെ ഇന്ന് ഞായറാഴ്ച ദിവസമല്ലേ, ഇന്നലെ ഉറങ്ങിയപ്പോൾ തന്നെ ഒരു നേരമായി. ഗുരുവായൂർ അമ്പലനടയിൽ സിനിമയൊക്കെ ഇപ്പം കിട്ടിയിട്ടുണ്ടല്ലോ, അതൊക്കെ കണ്ടുകൊണ്ടിരുന്നിട്ട് ഞങ്ങൾ 1:30 മണിയോളമായെന്ന് തോന്നി കിടന്നപ്പോഴേക്ക്. അപ്പോൾ ഇന്ന് എഴുന്നേറ്റപ്പോൾ തന്നെ 6 മണിയോളമായി. അങ്ങനെ രാവിലെ തന്നെ ചേച്ചി ഇപ്പം നമുക്ക് ആ ചേച്ചിയാണ് സ്ഥിരമായിട്ട് തേങ്ങയൊക്കെ കൊണ്ട് തരാറ്. അങ്ങനെ തേങ്ങയും അപ്പോൾ ചക്കയൊക്കെ വാങ്ങിക്കൊണ്ട് കയറിയപ്പോഴേക്കും നമുക്ക് ആക്രിയൊക്കെ എടുക്കാനായിട്ടൊരു അങ്കിൾ വന്നിട്ടുണ്ടായിരുന്നു. അത് വേണോ ഞാൻ അത് വേസ്റ്റ് ഇടണത് ഇത് എടുക്കൂ. வண்டிக்கு விட மாட்டேன், சாமியோட பூரா வண்டி காட்டில் வச்சுக்கிட்டேன். அதான் தெய்வம் நம்மளுக்கு. அப்போ அது எடுத்தது என்ன எங்களை எடுத்தாது? அது எடுக்கணும்னா தனியாக ஒதுக்கி வண்டி മനസ്സിലായി. இன்னால் வச்சுக்கிட்டேன். மும்பை வைக்க அந்த வண்டி ஓட்டிக்கம்பழ. சரி சரி, நாளைக்கு தான் நாங்கள் ദൈവത്തിൻ്റെ പടം കണ്ടാൽ കളയൂല, അതിനെടുത്ത് വണ്ടിയുടെ ഫ്രണ്ടിൽ വെക്കുമെന്നു. இப்படி படத்துகளை விட மாட்டோம். இப்படி படத்துகளை விட மாட்டோம். இது ஒன்று பிள்ளையார் இருக்காரா, பிள்ளையார் படம் ஒரு போட்டோ கிட்ட ஒரு வீட்டிலேருந்து கலையவா. പിള്ളേരെന്ന് പറഞ്ഞാൽ ഗണപതിനെയാണ് പറയണത്. இந்த பிள்ளையார் ஓட்டா ஒரு வீட்டுக்காட்டிலேருந்து தூரப்படம் பார்த்துக்கிட்டோம்னா டக்குன்னு இந்த போட்டோவை நான் எடுத்துடுவேன். நான் எடுத்து இப்படி பம்பில் தண்ணியில் கழுவி பிறக்கி சாயந்தரம் போய் சூடம் பற்றி எரித்து வண்டியில் வச்சுருவேன். എന്തോന്ന് സ്കൂട്ടറാ? അല്ല ഇത് കൊണ്ടുപോണ വണ്ടിയാ? வண்டி தள்ளுவண்டி வண்டியில் தள்ளுவண்டியில் ഇത് കൊളത്തൂര് അവിടുത്തെ വീട്ടിലെ அந்த கோயில் അറിയാല്ലേ? அங்கே அறியும். நான் வருஷந்தோறும் அந்த கோயிலுக்கு சாப்பிட போகணும்ல. ഓ, இல்ல എവിടെ താമസിക്കുന്ന ഇപ്പം? அந்த பைபாஸ்டா குளத்தூர் இருக்கலாம். தம்பராமுக்குலேருந்து நேராக போகிறோமா, அதுக்கு இந்த பக்கம் பைபாஸ் ஆரியாஸுக்கு அந்த பக்கம் இருக்கும். கேக்கேநகர் பக்கம் அதில் ஒரு பைக் ஒர்க் ஷாப் இருக்கும். எங்கள் கடையை ஒட்டி பைக் ஒர்க் ஷாப். நாங்கள் அந்த கோயில் குளத்தூர் கோயிலுக்கு வருஷந்தோறும் வேடிக்கையாக பார்த்தா தான் அதை பார்த்து திருவிழா நடந்துட்டு ஊருக்கு போக மாட்டோம். இந்த திருவிழா முடிஞ்சால் தான் ஊருக்கு போவோம். ഓ, എവിടെ അവിടെ സ്ഥലം എവിടെ? തമിഴ്നാട്ടിലെവിടെ? எங்கள் கயத்தாறு, தூத்துக்குடி மாவட்டம். തൂത്തുക്കുടി പോണ மாவட்டம் எங்கள் கயத்தாறு. അങ്ങനെ നമ്മുടെ ഇന്നത്തെ രാവിലെ ഇങ്ങനെയൊക്കെ അങ്ങ് പൊയ്ക്കൊണ്ടിരിക്കുകയാണ്. എല്ലാവരെയും കേശുവിൻ്റെ വൃന്ദാവനത്തിലേക്ക് വീണ്ടും സ്വാഗതം ചെയ്യുന്നു. അപ്പോൾ ഇനി അടുത്തൊരു കടയിൽ പോകണം. അമ്മ ഇപ്പോൾ രമേശിന് അവിടെ നിന്ന് വന്നപ്പോഴേക്ക് പല്ല് തേക്കുന്ന ബ്രഷ് എടുക്കാൻ മറന്നുപോയെന്ന് പറഞ്ഞ്. അപ്പോൾ അമ്മയ്ക്ക് ഭയങ്കര ഇന്നലെ ഞാൻ 2-3 ദിവസം കൊണ്ട് അമ്മയ്ക്ക് നല്ല ബുദ്ധിമുട്ടാണ് പല്ല് തേക്കാനായിട്ട്. എനിക്കാണെങ്കിൽ ഒട്ടും സമയമില്ലാത്തതുകൊണ്ട് പിന്നെ ഞാനമ്മ പറഞ്ഞിട്ട് അത് അങ്ങനെ മൈൻഡ് ചെയ്യാതിരിക്കുകയായിരുന്നു. അപ്പോൾ ഇന്ന് ഞായറാഴ്ചയില്ല, തൊട്ടപ്പുറത്ത് തന്നെ കടയുണ്ട്, അവിടെ പോയി വാങ്ങാനുള്ള സമയമില്ല എന്ന് പറയണതാണ് നല്ലത്. വിളിച്ച് നോക്കണാടാ നീ. അത് എത്ര രൂപ? അവിടെ രമേശിന് അവിടെ വെച്ച് മറന്നിട്ട് വന്നു ബ്രഷ്. അങ്ങനെ അമ്മയ്ക്ക് തൽക്കാലം അവിടെ നിന്ന് ബ്രഷൊക്കെ വാങ്ങിക്കൊണ്ട് ഇനി നേരെ വീട്ടിലോട്ട് പോകണം. പിന്നെ ഇന്നിനി കുറച്ച് പരിപാടികളൊക്കെ ഉണ്ട്. നമുക്ക് കിട്ടുന്ന ഞായറാഴ്ച ദിവസങ്ങളെല്ലാം നമുക്ക് കുറേ കാര്യങ്ങൾക്ക് വേണ്ടി ഇങ്ങനെ മാറ്റി വയ്ക്കാനായിട്ടൊക്കെ പറ്റുന്നുണ്ടല്ലോ. അപ്പോൾ ഇന്ന് വീഡിയോ എടുക്കാം. അല്ലെങ്കിൽ കൊച്ചു പറയാം എന്ന് ഞാൻ ഒരേ നൈറ്റ് ഇട്ടയക്കുമ്പോൾ വീഡിയോ എടുക്കുമെന്ന്. ജോലി തീർന്നില്ലേ ചേച്ചേ? എനിക്കും അവിടെ തീർന്നില്ല. ഇഡ്ഡലി സാമ്പാറും. പോട്ടാ, മീൻ കിട്ടിയാ? വങ്കട കൊണ്ടുവന്നതാ ചേച്ചി? വങ്കട എനിക്ക് ഇഷ്ടമല്ല, ചേട്ടനും ഇഷ്ടമല്ല വങ്കട. ഇത് എവിടെ നീട്ടി അമ്മയ്ക്ക് ഓല? സന്തോഷത്തിന്റെ അവിടെ നോക്കിയപ്പോ 5-6 കിടന്നു. അപ്പൊ എനിക്ക് നാക്ക് വടിക്കാൻ വേണ്ട. അമ്മയുടെ ടങ് ക്ലീനർ ഒടിഞ്ഞു പോയതുകൊണ്ട് അമ്മ നാക്ക് വടിക്കാൻ വേണ്ടി കുറെ ഈർക്കിലെടുക്കുകയാണ്. ഇതിരിക്കുമ്പോൾ ഉണങ്ങി പോവില്ലേ? നാക്ക് വടിക്കണ്ട്. ഇനി ഹൈപ്പറിൽ പോയാലേ ടങ് ക്ലീനർ വാങ്ങിക്കാൻ പറ്റൂ. നാക്ക് വടിക്കാൻ വേണ്ടി അമ്മ എടുത്ത് വെച്ചിരിക്കണതുണ്ട്. നാക്ക് വടിച്ചുവിടെന്നാണ് അമ്മ പറയണത്.
അപ്പോൾ ഇതാ ഇന്ന് തലമുടിയിൽ എണ്ണ തേച്ചിട്ടൊക്കെ ഒരുപാട് നാളായി എന്ന് പറഞ്ഞാൽ ഇപ്പോൾ ഏകദേശം ഒരാഴ്ചയോളം ആയിട്ടുണ്ട്. അപ്പോൾ പിന്നെ മുടി അറിയാലോ ചകിരി പോലെ ആവാൻ തുടങ്ങി. അപ്പോൾ ഇന്ന് എനിക്കും കുറച്ച് പരിപാടികളുള്ളതുകൊണ്ട് ഞാൻ രാവിലെ ഉള്ള കുളിയൊക്കെ അങ്ങ് ഉപേക്ഷിച്ചിരിക്കുകയാണ്. കുളി ഉപേക്ഷിച്ച് എന്നല്ല പറഞ്ഞത്. അപ്പോൾ ഇന്നിനി തലയിലൊന്ന് എണ്ണയൊക്കെ പാർക്കിൽ പോകുമ്പോഴാ? ഓ, ഏത് പാൻറ്? എവിടെ കാശിനെ കണ്ടില്ല മുന്നേ വീഡിയോയിൽ എവിടെ? ആ, എന്തിട്ടുണ്ട് പോട്ടാന്ന് അമ്മ കണ്ട, അമ്മയ്ക്ക് അറിയാം. പടി കിടക്കണതല്ലേ? ആ ശരി. ഇത് കണ്ട നെറ്റിയിൽ ആ സ്കെച്ച് ഇട്ട് വരച്ചത് പോത്തത് ഉണ്ടോ? അതിട്ടോണ്ട് പോ. ശരി. ക്യാഷ് വീഡിയോയിൽ വരണമെങ്കിൽ എന്ത് ചെയ്യുന്നറിയാമോ? യൂട്യൂബ് തന്നെ കമന്റ് സെക്ഷൻ അങ്ങ് ഓഫാക്കും. പിന്നെ ഞാൻ ഓണാക്കും, വീണ്ടും അവർ ഓഫാക്കും, ഞാൻ ഓണാക്കും, വീണ്ടും അവർ ഓഫാക്കും. ഇപ്പൊ അതാണ് പ്രശ്നം. പിള്ളേർ വീഡിയോയിൽ വന്നാൽ അവരപ്പോൾ കമന്റ് സെക്ഷൻ ഓഫാക്കിക്കളെ. അപ്പൊ കഴിഞ്ഞ വീഡിയോയിലും ഇങ്ങനെ തന്നെയായിരുന്നു. ഞാൻ കുറേ കഴിഞ്ഞിട്ടാണ് കണ്ടത് കമന്റ് സെക്ഷൻ ഓഫ് ആണെന്ന്. അപ്പൊ അതിൽ കേശു കൂടുതലുണ്ടായിരുന്നല്ലോ. അതുകൊണ്ട് ഞാൻ ഇനി കേശുവിനെ അങ്ങനെ വീഡിയോയിൽ കൊണ്ടുവരില്ല. അല്ലേ കേശു? കേശു ഇങ്ങനെ കളിക്കും. ചെമ്പരത്തി പൂവൊക്കെ നിറഞ്ഞു നിൽക്കുകയായിരുന്നു. ഇന്ന് രാവിലെ അമ്മയാണ് ഏട്ടാ വിളക്കൊക്കെ കത്തിച്ചത്. അപ്പൊ ഇനി ചെമ്പരത്തി പൂവും ചെമ്പരത്തി ഇലയും കൂടെ ഇട്ടാണ് താളി ഉണ്ടാക്കാനായിട്ട് പോണത്. ഒരുപാട് ചെമ്പരത്തി ഇല നിൽപ്പുണ്ട്. പണ്ട് ഇത് തന്നെയായിരുന്നു ജോലി. നമ്മൾ ഈ ചെമ്പരത്തി ഇല ഇഷ്ടംപോലെ ചെമ്പരത്തി ഇല എടുത്ത് അതിനെ ഇങ്ങനെ പതപ്പിച്ചാണ് താളി ഉണ്ടാക്കുന്നത്. ഇപ്പോഴല്ലേ പിന്നെ അതൊക്കെ എല്ലാം മടിയല്ലേ. ഇപ്പൊ നമുക്ക് സൗകര്യങ്ങൾ കൂടി പോയപ്പോൾ ഇതൊക്കെ നമുക്ക് ഭയങ്കര ബുദ്ധിമുട്ടാണ്. എല്ലാം ഇൻസ്റ്റന്റ് ആയിട്ട് കിട്ടാൻ തുടങ്ങിയില്ലേ. കുറേ ദിവസം കൊണ്ട് വിചാരിക്കണോണ്ട് ഇങ്ങനെയൊക്കെ ചെയ്യണമെന്ന്. അപ്പോൾ എൻ്റെ ഡേ ഇൻ മൈ ലൈഫ് കാണുന്നവർക്കൊക്കെ അറിയാമല്ലോ, രാവിലെ നിന്ന് ഇങ്ങനെ ഒന്നിനും സമയം കിട്ടാറേ ഇല്ല. പിന്നെ രാവിലെ കുളിക്കണോണ്ട് അത് കഴിഞ്ഞിട്ട് ഈ പരിപാടിയൊക്കെ ഇറങ്ങാമെന്ന് വെച്ചാൽ അതും നടക്കാത്ത കാര്യമാണ്. അപ്പോൾ പിന്നെ ഇന്ന് ഇതിനെല്ലാത്തിനും കൂടി ഞാൻ മാറ്റി വെച്ചിരുന്നൊരു ദിവസമായിരുന്നു. പിന്നെ ഇന്നത്തെ ദിവസം ആകുമ്പോൾ നമുക്ക് ഒരുപാട് തിരക്കും ബഹളങ്ങളും കാര്യങ്ങളും ഒന്നും ഇല്ലല്ലോ. രാവിലെ ഇപ്പം അച്ഛനും മോനും ഒന്നും പോകണ്ട. അങ്ങനെയൊക്കെ ആകുമ്പോഴേക്കും നമുക്കൊരു സമാധാനത്തോടു കൂടെ കാര്യങ്ങളൊക്കെ ചെയ്യാനായിട്ട് പറ്റും. അങ്ങനെ താളി ഇതാ നന്നായിട്ട് പതപ്പിച്ചൊക്കെ എടുത്ത് താളി നല്ല പതഞ്ഞൊക്കെ വന്നിട്ടുണ്ട്. ഇനി തലയിൽ തേക്കുമ്പോഴേ നമ്മൾ സാധാരണ തലയിൽ ഇങ്ങനെ താളി തേക്കുന്ന സമയത്ത് തോർത്തിൽ അരിച്ചൊക്കെയാണ് തേക്കുന്നത്. ഇപ്പം ഞാൻ തോർത്തിലൊന്നും അരിക്കാതെ ഇതോടെ തേക്കാൻ പോവുക. അപ്പം മാത്രമേ തല നമ്മൾ തേച്ചൊരച്ച് കഴുകിക്കളയൂലേ, ആ ഒരു എഫക്റ്റ് വരും. കാരണം തല ഫുള്ള് താരനാണ്. എനിക്കും അങ്ങനെയാണ്, ചേട്ടനും അങ്ങനെയാണ്. ഭയങ്കര താരനാണ് തലയിൽ. നല്ല രസമുള്ളൂ. അതുപോലെ നല്ല കളറാണല്ലോ ഇത്. താളി കളർ നമ്മൾ പറയൂലേ, നല്ല കൊഴുത്തിട്ട് നല്ല രസമുള്ളൂ. അപ്പം ഇനി ഇവിടെ വെച്ച് ഇത് താളി ഇവിടെ വെച്ച് താളിയൊക്കെ തേച്ചിട്ട് മാത്രമേ കുളിക്കാനായിട്ട് കയറണുള്ളൂ. ഇല്ലെങ്കിൽ ഇത് അത്രയും അതിനകത്ത് ബാത്റൂമിനകത്ത് വീണിട്ട് പിന്നെ കയറിയ ചാർക്കും. അപ്പോൾ അതുകൊണ്ട് അങ്ങനെ ഒരു പ്രശ്നമുണ്ട്. നമ്മൾ ചിലപ്പോൾ എത്ര കഴിവായാലും ചിലപ്പോൾ അത് പോകില്ല. അതുകൊണ്ട് ഇപ്പോൾ ഇവിടെ വെച്ച് താളിയൊക്കെ തേച്ച് തല കഴുകിയിട്ട് പിന്നെ പോയി കുളിക്കാം. അങ്ങനെ താളി ഇലയോടുകൂടെ തലയിലൊക്കെ കുറേ നേരമൊക്കെ ഇങ്ങനെ തേച്ചൊക്കെ പിടിപ്പിച്ചിട്ട് പിന്നെ ഇതാ അവിടെ വെച്ച് ആ വാഷ് ബേസിനിലൊക്കെ വെച്ച് കഴുകുകയാണ്. ഇനി ആരും പറയില്ല, അയ്യോ വിളക്ക് തേക്കുന്ന വാഷ് ബേസിനിലിട്ട് തലമുടി കഴുകുകയാണോ എന്ന്. ഞാനിപ്പോൾ ആ വാഷ് ബേസിനിൽ വെച്ച് വിളക്ക് കഴുകാറില്ല. ഞാൻ അല്ലാണ്ടാണ് ഇപ്പോൾ വിളക്ക് കഴുകണത്. അതുകൊണ്ട് എനിക്ക് ഇങ്ങനെയുള്ള കുറേ കാര്യങ്ങൾക്ക് ആ വാഷ് ബേസിന് ഉപയോഗപ്പെടുത്തേണ്ട കാര്യമുണ്ടായിരുന്നു. പിന്നെ തലയ്ക്ക് നന്നായിട്ട് കഴുകിയതിന് ശേഷം ഈ ഒരു തോർത്തുണ്ട്. ഇവിടെ അമ്മ ഡൈ ചെയ്തിട്ട് തല തോർത്തുന്നതും ഈ തോർത്തുകൊണ്ടാണ്. നമുക്ക് തലയിൽ ഇങ്ങനെ വല്ലൊക്കെ പാക്കൊക്കെ ഇട്ടാലും ഈ തോർത്തുകൊണ്ടാണ് തല തുടയ്ക്കുന്നത്. അതുകൊണ്ടാണ് അതങ്ങനെ ആ കളറിലിരിക്കുന്നത്. അങ്ങനെ പിന്നെ പോയി മേലൊക്കെ കഴുകി തല കഴുകിയല്ലോ. പിന്നെ പോയി ഒന്നുകൂടിയൊക്കെ കുളിച്ചിട്ട് വന്നിട്ട് തന്നെ ഇഡ്ഡലിയും സാമ്പാറും ചമ്മന്തിയൊക്കെ ഉണ്ടാക്കി വെച്ചിരിക്കുകയായിരുന്നു. അപ്പോൾ രാവിലെ ഞാൻ ഇഡ്ഡലിയല്ല സാമ്പാറിനുള്ള മലക്കറിയൊക്കെ ഞാൻ വേവിച്ച് വെച്ചായിരുന്നു. പിന്നെ അമ്മയാണ് ഇഡ്ഡലി ഉണ്ടാക്കിയതും ബാക്കി സാമ്പാറിൻ്റെ അരപ്പൊക്കെ ചേർത്തതും അതുപോലെ തന്നെ പിന്നെ ചമ്മന്തിക്കറിയൊക്കെ ഉണ്ടാക്കിയതൊക്കെ. അപ്പോൾ ഞങ്ങൾ ഇന്ന് ഇതൊക്കെ കഴിച്ചും കൊണ്ട് നേരെ കേശുവിനെയും കൊണ്ട് ഒന്ന് കറങ്ങാൻ പോകാമെന്ന് വിചാരിച്ച്. കുറേ നാളായി മോനെ ഇങ്ങനെ പുറത്തോട്ടൊക്കെ കൊണ്ടുപോയിട്ട്, പുറത്തോട്ടെന്ന് വെച്ചാൽ ഇതുപോലെ പാർക്കിലൊക്കെ ഒന്ന് കൊണ്ടുപോയിട്ട്. അപ്പം ഞാൻ ഓടിപ്പോൾ ഞാൻ പറഞ്ഞില്ലേ കുളിച്ചൊരുങ്ങിയൊക്കെ വന്ന്. പിന്നെ ഞാൻ ഈ ഡ്രസ്സ് ഒരു 2 ദിവസം മുന്നത്തെ വീഡിയോയിലിട്ടപ്പോൾ എനിക്ക് ആരോ കമൻറ്റ് ചെയ്തായിരുന്നു, ആ ഡ്രസ്സിലിട്ട് നന്നായിട്ടുണ്ട് നിജി എന്ന്. പിന്നെ അത് കേട്ടാൽ പിന്നെ നമുക്ക് പറയണ്ടല്ലോ,
പിന്നെ ഇനി ഇവിടെ പോയാലും ആ ഡ്രസ്സ് ഇടുള്ളൂ. നമുക്ക് ഒരു ഡ്രസ്സ് ഇട്ടാൽ കൊള്ളാമെന്ന് ആരെങ്കിലും പറഞ്ഞാൽ ഭയങ്കര ഒരു മോട്ടിവേഷനല്ലേ, പിന്നെ നമുക്ക് എവിടെ തിരിഞ്ഞാലും അത് ഇടാനായിട്ട് തോന്നുള്ളൂ. അങ്ങനെ ഞങ്ങൾ കാപ്പിയൊക്കെ കുടിച്ച് ഞങ്ങൾ 3 ആളും കൂടെ ഇതാ പോവാനായിട്ട് ഇറങ്ങി. ഇനി ഇവിടെ നിന്ന് തൊട്ടടുത്ത് തന്നെയാണ് നമ്മുടെ ഇവിടെ ആക്കുളം ടൂറിസ്റ്റ് വില്ലേജ് ഉണ്ട്, ഞങ്ങൾ അങ്ങോട്ടാണ് പോണത്. അവിടെ ആകുമ്പോൾ നമുക്കൊരു ഭയങ്കര ഒരു സമാധാനമായിട്ട് പോയി കൊച്ചിനെയും കൊണ്ടൊന്ന് അവനെ എൻജോയ് ചെയ്തിട്ട് വരാം. പിന്നെ ഇവിടെ തൊട്ടടുത്ത് ബോട്ട് ക്ലബ്ബൊക്കെ ഉണ്ട്. പക്ഷേ അവിടെ പോണതിൻ്റെക്കാളും കുറച്ചും കൂടെ സേഫും കുറച്ചും കൂടെ നമുക്കൊരു എന്താ പറയണ്ട ഒരു രസമുള്ളത് ഇവിടെയാണ്. അങ്ങനെ ഞങ്ങൾ ഇതിനു മുന്നേ ഒരു പ്രാവശ്യം മാത്രമേ അങ്ങോട്ടേക്ക് പോയിട്ടുള്ളൂ. അപ്പോൾ അന്ന് തന്നെ നമുക്ക് നന്നായിട്ടത് ഇഷ്ടപ്പെട്ടായിരുന്നു. അങ്ങനെ ഞങ്ങൾ ഇന്നും കൂടെ പിന്നെ അതിനുശേഷം നമ്മൾ പിന്നെ ഇന്നാണ് പോണത്. അപ്പോൾ കുറേ ദിവസം കൊണ്ട് കേശുവിനോട് ഇങ്ങനെ പറയാമായിരുന്നു, ചേട്ടൻ ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുകയായിരുന്നു പാർക്കിൽ കൊണ്ടുപോകാമെന്ന്. അങ്ങനെ മോനത് വിടില്ല, നമ്മളെന്തെങ്കിലും പറഞ്ഞാൽ പിള്ളേർ മറക്കില്ലല്ലോ. അങ്ങനെ ഞങ്ങളിതാ അവിടെ എത്തിയിട്ടുണ്ട്. ആക്കുളം ടൂറിസ്റ്റ് വില്ലേജിൽ ഞങ്ങൾ എത്തിയിരിക്കുകയാണ്. പിന്നെ ഞങ്ങൾ 2 വീലറിലാണ് പോയത്. അപ്പോൾ 2 വീലറിലാണ് പോയതുകൊണ്ട് 5 രൂപ അവിടെ പാർക്കിംഗ് ഫീ ഉണ്ടായിരുന്നു. കാറിലാണെങ്കിൽ 10 ആണെന്ന് തോന്നുന്നു, നമുക്ക് 2 വീലറിൻ്റെ ചാർജല്ലേ അറിയാവൂ. അങ്ങനെ ഞങ്ങൾ അകത്തോട്ട് കയറി. നമ്മൾ കയറി ഇങ്ങനെ പോകുമ്പം തന്നെ അവിടെ 2 സൈഡിലും ചെടികളൊക്കെ വെച്ചിട്ടുണ്ട്, അത് നമുക്ക് വേണമെങ്കിൽ വാങ്ങാം. പിന്നെ നമ്മൾ കയറുമ്പോൾ ആദ്യത്തെ എൻട്രൻസിൽ തന്നെയാണ് ടിക്കറ്റ് കൗണ്ടർ ഉള്ളത്. അപ്പോൾ അവിടെ നിന്ന് നമുക്ക് ടിക്കറ്റൊക്കെ എടുത്തിട്ട് നമുക്ക് എന്തൊക്കെ വേണോ അതിനുള്ള ടിക്കറ്റൊക്കെ എടുക്കാം. ഒരുപാട് ആക്ടിവിറ്റീസ് ഉണ്ട്. സ്വിമ്മിംഗ് പൂളുണ്ട്. സ്വിമ്മിംഗ് പൂളിൽ നമ്മൾ കയറണം എന്നുണ്ടെങ്കിൽ നമുക്ക് എക്സ്ട്രാ ഡ്രസ്സ് നമ്മൾ കൊണ്ട് ചെല്ലണം, അല്ലെന്നുണ്ടെങ്കിൽ അവിടെ നമുക്ക് ഡ്രസ്സ് വാടകയ്ക്ക് എടുക്കാനൊക്കെ കിട്ടും. ഞങ്ങൾ ആക്കുളം ടൂറിസ്റ്റ് വില്ലേജിലെത്തി. അപ്പോൾ കുറേ നാളായി, നമ്മൾ ഒരു പ്രാവശ്യം ഇവിടെ വന്നിട്ടുണ്ട്, ഇപ്പോഴൊക്കെ വന്നിട്ട് ഒരുപാട് നാളായി. അപ്പോൾ കേശു കുറച്ച് സമയം എടുക്കും ഒന്ന് ആക്റ്റീവായിട്ട് വരാൻ. ആദ്യം ഇതുപോലെ ഇങ്ങനെ നോക്കിക്കൊണ്ട് നിൽക്കും. കേശു ട്രെയിനിൽ കയറാം. കൂട്ടിലെത്താൻ കൊതിക്കുന്ന കുയിൽ കുഞ്ഞും നിന്റെ പാട്ട് കേട്ടു മണിത്തൊട്ടിൽ ചൂടറിയും. ആട്ടവിളക്കണഞ്ഞൊരു കളിയരങ്ങിൽ നിന്റെ ആത്മരാഗ സ്പന്ദനങ്ങൾ തിരിതെളിയും. നീരാടാൻ പോകണ്ടേ, നീലാഞ്ചനമെഴുതണ്ടേ, താലിപ്പൂവണിയണ്ടേ, താരാട്ടും പാടണ്ടേ, ഇടവത്തിൽ തീയും തുള്ളം വേളിക്കാറ്റേ, 1000 രാവുകൾ കാത്തിരുന്നു ഞാൻ. പഞ്ചവർണ്ണക്കുളിരേ പാലാഴിക്കടവിൽ വരുമോ, കൂടെ വരുമോ, നെഞ്ചിലൂറും മധുരം തേച്ചോറും മൊഴിയിൽ തരുമോ, പാടിത്തരുമോ. മുന്നാഴി മുത്തുണ്ട്, മൂവന്തി പൊന്നുണ്ട്, മുകിലാരം കാവിൽ പൂരം കാണാൻ. മാനുണ്ട്, മയിലുണ്ട്, മഞ്ചാടി പുഴയുണ്ട്, മഴവില്ലിൻ കൂടാരത്തിൽ പോകാം. ആരും കാണാ പുലരികൾ കാണാം. മുകളിലോട്ട് കയറണ്ട. ഓ അമ്മയെ തന്നെ അമ്മയെ പിടിച്ച് കയറ്റാം. നിങ്ങൾ അതിലിരുന്നാണ്. കേശുതാ ഞാൻ അടുത്തിരട്ടാ. പണ്ടേ ഭയങ്കര ഇഷ്ടമുള്ള ഒരു സംഭവമാണ് ഊഞ്ഞാലാട്ടം. വേണ്ട ഇപ്പൊ ഊഞ്ഞാലാടി ഇപ്പൊ തല ഇറങ്ങണ കേട്ടാ. പണ്ട് ഇങ്ങനെ ആട്ടി വിട്ട് വരും ഊഞ്ഞാലാടിട്ടെ കേട്ടാ കേശു, ആടി അങ്ങ് മോളിൽ പോവും. അങ്ങനെയാണോ ഇരിക്കണം? നേരെ കയറി എന്തിനു കാണിക്കണത്? ട്രെയിൻ വീട്ടിൽ വരെയാണ്. ട്രെയിൻ നോക്കടാ, അടുത്ത സ്റ്റോപ്പ്. 2 റൗണ്ട് വരും. 2 റൗണ്ട് പോകും.
കാല് പൊക്കി വെച്ചോ, കാല് പൊക്കി വെച്ചോ. ആ അങ്ങനെ വീഴരുത്, അവൻ ആട അറിഞ്ഞൂടാ. വീഴും വീഴും വിടുന്ന ഇതുപോലെ മാനക്കേട് വേറെ ഇല്ല. പ്രമുഖ യൂട്യൂബർ ആക്കുളം വില്ലേജ് ഊഞ്ഞാലിൽ നിന്ന് വിടുന്നു. പണ്ട് അറിഞ്ഞൂടെ ഇങ്ങനെ ആട്ടി അങ്ങ് വിട്ടവരും അങ്ങ് പോയിട്ടൊക്കെ ആയിരിക്കും തിരിച്ചു വരണത്. പിന്നെ പിന്നെ നിന്നാടും അതൊക്കെ. ഒന്നുമില്ല. വാ സ്വിച്ച് ഓൺ ആയി. കേശു ഇപ്പോഴാണ് സ്വിച്ച് ഓൺ ആയത്. ആ ട്രാക്കിലോട്ട് വന്നത് ഇപ്പോഴാണ്. ആദ്യം കുറച്ച് സമയം അവൻ എല്ലാം നോക്കും. അവൻ സേഫ് ആണെന്ന് തോന്നിയാൽ മാത്രമേ അവൻ പിന്നെ അങ്ങോട്ട്. സൂപ്പർ. ഒന്നുകൂടെ കയറിയോ? ഇപ്പഴത്തെ ഇതിൽ ആ കല്ല് ചവിട്ടെ. ഇനി മേളത്തെ കല്ല് അതില്. ഓക്കെ, നടുക്കൂടെ പോ. അവൻ വന്നോളൂ. അത് മനസ്സിലായി ഇപ്പൊ എങ്ങനെയാണ് കേറാനുള്ളത് കേശു. ഓക്കെ. ഓ വലിയ ആളായി പോയി. കേശു വലിയ ആളായി പോയി. എന്നേനെ പഠിപ്പിക്കുന്നു. അവിടെ എന്തോന്ന് ഇനി ആവേശമായിരിക്കും. പതുക്കെ. പിന്നെ നമുക്ക് ട്രെയിനിൽ കയറണം. ഇപ്പൊ ഞാൻ പറഞ്ഞില്ലേ കേശുവിന്റെ കാലം ആവേശം എനിക്കാണ് അതിൽ കയറാനായിട്ട്. അങ്ങനെ ചേട്ടന് ടിക്കറ്റ് എടുക്കാനായിട്ട് പോവുകയാണ്. നമ്മൾ ആദ്യ സമയത്ത് എടുത്തില്ല. അപ്പോൾ നമുക്ക് വേണമെങ്കിൽ ആ സമയത്ത് തന്നെ ട്രെയിനിൽ ടിക്കറ്റ് എടുക്കാമായിരുന്നു. അച്ഛൻ ട്രെയിനിന്റെ ടിക്കറ്റ് എടുക്കാൻ പോയി. ഇവിടെ നിന്നില്ല, അച്ഛൻ വരും. ട്രെയിനിന്റെ ടിക്കറ്റ് മോല് കയറിക്കോ. ഇത്രയും നേരം നീ കയറിയതാ. അപ്പൊ പതുക്കെ അതിൽ തന്നെ നോക്കി കയറേ. കാലൊക്കെ വെക്കണത് സൂക്ഷിച്ചു കയറ്. കണ്ട ഇപ്പോഴാണ് കേശു ഓണായത്. ഇപ്പൊ ഭയങ്കര ആവേശം. 210 രൂപ. 210 3 പേർക്കാ? ഒരാൾക്ക് എത്ര രൂപ? മോൻ 50, നമുക്ക് 80. മോൻ അങ്ങനെയാണ് ഇറങ്ങണത്. ഇപ്പൊ ഇങ്ങനെയൊക്കെ തന്നെ കാണിക്കുന്നത്. ട്രെയിന് പോ. ഓടണ്ട. പതുക്കെ പോ. കേറ്. അപ്പൊ ഞങ്ങളിതാ ട്രെയിനിൽ കയറിയിരുന്നു. പക്ഷെ ഇനി 2 ബോഗി ഒഴിഞ്ഞ് കിടക്കുകയാണ്. അതിലും കൂടെ ആള് വന്നാൽ മുടി അത്രയും തിരിച്ചു പോയി. അപ്പൊ ഇനി അതിലും കൂടെ ആള് വന്നാൽ മാത്രമേ ഇന്ന് പോകണമെന്നാണ് തോന്നുന്നത്. അതായത് നമ്മളിവിടെ ഇരിക്കുകയാണ്. അല്ലേ കേശു? ഒരു ബോഗിയിലും കൂടെ ആളായി രക്ഷപ്പെട്ടു. ഇനി ഒരു ബോഗിയും കൂടെ നിറഞ്ഞാൽ നമുക്ക് പോവാം. ജലകടമിറിയും മഴയുടെ കളിവാക്കിൽ അടിമുടി നാനായും ഈ മണ്ണിലാത്തുള്ളികൾ പുതിർന്നെത്തി അലിഞ്ഞെത്തി പുതുമണമുയരും കരളിൽ ഒരു കുളിരുണരും. ഈ ട്രെയിനിന് 3 ബോഗികളുണ്ട്. അപ്പോൾ ഞങ്ങൾ ആദ്യം വിചാരിച്ചത് എങ്ങനെയാണെന്ന് വെച്ചാൽ 3 ബോഗിയിലും ആളായാൽ മാത്രമേ ട്രെയിൻ മൂവ് ആവുള്ളൂ എന്നാണ്. പക്ഷേ അവിടെ അങ്ങനെയൊന്നുമില്ല. അവരങ്ങ് 2 ബോഗിയിലൊക്കെ ആളാവുമ്പോൾ തന്നെ അവരങ്ങ് കൊണ്ടുപോവുകയാണ്. നല്ല രസമുണ്ടായിരുന്നു. 2 റൗണ്ട് കറങ്ങിയിട്ട് അവർ കൊണ്ട് ഇങ്ങനെയാക്കും. ഇവിടെ കൊണ്ട് നമ്മളെ വിട്ടു തരും. അപ്പോൾ കേശൂരെ ഞങ്ങൾ ഫ്രണ്ടിലിരുത്തി ഒന്ന് ഫോട്ടോയും വീഡിയോ ഒക്കെ എടുക്കാമെന്ന് വിചാരിച്ചിട്ട് അവിടെ ഫ്രണ്ടിൽ അങ്ങനെ ഇരുത്തിയതാണ്. അത് മതി. ചായ വേണ്ട, ചൂട് ഡ്രിങ്ക്സ് മതി.
ഡ്രിങ്ക്സ് മതി. അപ്പോൾ കളിച്ചൊക്കെ താളം ഇനി ഒരു ജ്യൂസ് കുടിക്കാന്ന് വിചാരിച്ചു. ജ്യൂസ് അല്ല, ഡ്രിങ്ക്സ് ആണുള്ളത്. അപ്പോൾ ഇനി ഇവിടെ നിന്ന് ഡ്രിങ്ക്സ് കുടിക്കാം. ഡ്രസ്സില്ല മോനെ. ഇനി അടുത്ത് വരുമ്പോൾ സ്വിമ്മിംഗ് പൂളിൽ ടീച്ചറെ കാണാൻ പോകും. പക്ഷേ ഇവിടെ നമുക്ക് ചെറിയൊരു പണി കിട്ടി. എന്താ വെച്ചാൽ ഞങ്ങൾ കുറച്ച് നേരം അവിടെയൊക്കെ ഇങ്ങനെ മോന് കളിച്ചില്ലേ, മോൻ കളിക്കുമ്പോൾ ഞങ്ങൾ അവൻ്റെ കൂടെ പോവുകയില്ല എല്ലാ കാര്യത്തിനും. അപ്പോൾ നല്ല ദാഹമൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ നമ്മൾ താഴെ തന്നെ ഒരു ചെറിയൊരു ജ്യൂസ് കട ഉണ്ടായിരുന്നു. അവിടെ കയറി ജ്യൂസും, അവിടെ വേറെ ഒന്നുമില്ല. നമ്മൾ ജ്യൂസ് ചോദിച്ചപ്പോഴേക്കും ജ്യൂസ് ഇല്ല, അവിടെ ഡ്രിങ്ക്സ് മാത്രമേ ഉണ്ടെന്ന് പറഞ്ഞോളൂ. ഡ്രിങ്ക്സ് എങ്കിൽ ഡ്രിങ്ക്സ്. എനിക്കാണെങ്കിൽ ഉച്ചനേരത്തെ ചായ കുടിക്കാനൊക്കെ ഭയങ്കര മടിയാണ്. ചേട്ടനൊരു ചായ വാങ്ങി, പോപ്കോൺ വാങ്ങി, പിന്നെ അവിടെ ഉണ്ടായിരുന്നത് ബട്ടർ ബന്നായിരുന്നു. അങ്ങനെ ബട്ടർ ബന്നൊക്കെ വാങ്ങിയിട്ട് ഞാനും കേശുവും ഡ്രിങ്ക്സ്, കേശു കുടിച്ചില്ല, ഒത്തിരി കുടിച്ചോളൂ, ബാക്കി ഞാൻ തന്നെയാണ് കുടിച്ചത്. അങ്ങനെ കുടിച്ച് അവിടെ പൈസ കൊടുക്കാൻ നേരത്താണ് ആ ആളിൻ്റെ കയ്യിൽ ഇതുപോലൊരു അണ്ണാൻകുഞ്ഞിരിക്കുന്നത് കണ്ടത്. കണ്ടപ്പോഴും നമുക്ക് ഭയങ്കര ഒരു കൗതുകമല്ലേ. അങ്ങനെ അതിനെ എടുത്തിട്ട് വന്ന് കേശുവിനെ ആദ്യമൊക്കെ ഇതുണ്ടായിരുന്നെങ്കിലും അവൻ്റെ ദേഹത്ത് വെച്ച് കൊടുത്തപ്പോഴേക്കും മോൻ അത്രയ്ക്ക് അതങ്ങോട്ട് ഇഷ്ടപ്പെട്ടില്ല. ഞാൻ ചെറിയൊരു പേടി പോലെ. അവിടെ നിറച്ച അണ്ണാനും വവ്വാലും ഭയങ്കര കിളികളെ സൗണ്ടൊക്കെയാണ്. നമ്മൾ അകത്തോട്ട് കയറുമ്പോൾ തന്നെ ഒരുപാട് മരങ്ങളൊക്കെ നിൽക്കുകയില്ല. അപ്പോൾ അവിടെ നിന്ന് എങ്ങനെയോ വന്നുപെട്ട അണ്ണാൻകുഞ്ഞായിരിക്കും. ഇപ്പോൾ ആളതിൻ്റെ സ്വന്തം ആക്കി ഇങ്ങനെ വെച്ചിരിക്കുകയാണെന്ന് വെച്ചാൽ ഈ നമ്മൾ മനുഷ്യനായിട്ട് നല്ല അടുക്കും അണ്ണാൻകുഞ്ഞെല്ലാം. അപ്പോൾ എപ്പം നോക്കിയാലും കണ്ടോ ആളിൻ്റെ തോളിലും. അതുപോലെ തന്നെ കുറച്ച് സമയത്ത് കഴിഞ്ഞ് നമ്മൾ നോക്കിയപ്പോഴേക്ക് ഉടുപ്പിനകത്തോട്ടങ്ങ് അത് ഇറങ്ങി പോണത് കണ്ടതാ. കുറേ കഴിഞ്ഞിട്ട് ആ കൈ കൂടെയൊക്കെ ഇറങ്ങി വരും. ആളുമായിട്ട് നന്നായിട്ട് ഇണങ്ങും അണ്ണാൻകുഞ്ഞ്. അങ്ങനെ കുറച്ച് സമയം നമ്മൾ അതൊക്കെ നോക്കി നിന്നിട്ട് മേളിലോട്ട് പോയി. പക്ഷെ രാത്രി നല്ല അടിപൊളി രാത്രി ഉണ്ടാ ഇവിടെ, കാണും, നല്ല രസമുണ്ട്. ഏതാ ഒരു കാടിനകത്തോട്ട് കയറി പോണ ഒരു ഫീല് ഉണ്ട്. ഇതാണ് വയനാട് പോയപ്പോൾ ചെയ്യണമെന്ന് പറഞ്ഞു. ഞങ്ങൾ മേളിൽ കയറി വന്നപ്പോഴാണ് ഇവിടെയും ഒരു ജ്യൂസ് സെൻറ്റർ ഉണ്ടായിരുന്നു. അവിടെയാണെങ്കിൽ ഒരുപാട് ഐസ്ക്രീം ഉണ്ടായിരുന്നു, ഷാർജ ഉണ്ടായിരുന്നു, അങ്ങനെയുള്ള പല വെറൈറ്റി സാധനങ്ങളും ഉണ്ടായിരുന്നു. ഷാർജയും കൂടെ ഉണ്ടെന്ന് കണ്ടപ്പോൾ എനിക്ക് ഇതുപോലെ ഒരു എന്താ പറയുക ഒരു വിഷമമില്ല. അത് കണ്ടെങ്കിൽ ഞാൻ മേളിൽ കയറിയിട്ട് ഷാർജ കുടിക്കുള്ളായിരുന്നല്ലോ. അങ്ങനെ പിന്നെ നമ്മൾ അവിടെ കയറിയിട്ട് അവിടെ ഒരു കുട്ടികളുടെ ഒരു ഫൺ ഏരിയ പോലെ ഒരു സംഭവം ഉണ്ടായിരുന്നു. അവിടെ അതിന് ടിക്കറ്റ് 80 രൂപ എന്തോ ആയിരുന്നു. ഞാൻ ടിക്കറ്റ് ചാർജ് പറഞ്ഞു. അപ്പോൾ അത് കുറച്ചും കൂടെ നല്ല രസമുണ്ടായിരുന്നു. അതിനകത്ത് മാത്രം ഫുള്ള് AC ഒക്കെയാണ്. അപ്പോൾ അവിടെ നമുക്കിങ്ങനെ ഒരു വയസ്സ് മുതൽ 5 വയസ്സ് വരെയുള്ള കുട്ടികളെല്ലാം അലൗഡാണ്. 15 മിനിറ്റാണ് ടൈമുള്ളത്. അപ്പോൾ നമുക്ക് കുട്ടികളുടെ കൂടെ ഒരാൾക്ക് മാത്രമേ അകത്തോട്ട് കയറാനായിട്ട് അലൗഡ് ഉള്ളൂ. പക്ഷേ ഇന്നിപ്പോൾ തിരക്കും കാര്യങ്ങളൊന്നും ഇല്ലാത്തത് കൊണ്ട് ഞങ്ങൾ രണ്ടാളെ അവരകത്ത് കയറ്റി. അവിടെ കുറച്ച് സംഭവങ്ങളൊക്കെ ഉള്ളൂ. പക്ഷേ കുറച്ച് സ്റ്റാൻഡേർഡായിട്ട് കുറച്ച് സേഫായിട്ടൊക്കെ കളിക്കാൻ പറ്റിയ കുറച്ച് സംഭവങ്ങളൊക്കെ ഉണ്ടായിരുന്നുള്ളൂ. അങ്ങനെ നമ്മൾ ഈ പറഞ്ഞതുപോലെ രാവിലെയാണ് പോയത്. ഉച്ചയ്ക്ക് ശേഷം പോയാൽ ഭയങ്കര തിരക്കായിരിക്കും. അങ്ങനെ അതൊക്കെ കയറി അവിടെയൊക്കെ കുറച്ച് സമയം നിന്ന് കളിച്ചിട്ട് പിന്നെ വീണ്ടും പുറത്തോട്ട് ഇറങ്ങി. ഇതാണ് നമ്മുടെ ചരിത്ര പ്രസിദ്ധമായ ആക്കുളം ഗ്ലാസ് ബ്രിഡ്ജ്. എന്തൊക്കെ കൊട്ടിഘോഷിച്ചതാണല്ലേ. നമ്മൾ സന്തോഷിച്ചു. കാരണം നമുക്ക് വയനാട് പോയിട്ട് ഗ്ലാസ് ബ്രിഡ്ജ് കയറിയിട്ട് അത്രയ്ക്ക് അങ്ങോട്ട് ഒരു തൃപ്തി വന്നില്ല. അപ്പോൾ നമ്മുടെ നാട്ടിൽ വരെയില്ല, അവിടെ നമുക്ക് കയറി അങ്ങ് ആർമാദിക്കാമല്ലോ എന്നൊക്കെയാണ് വിചാരിച്ചത്. അപ്പോൾ അതും എന്തൊക്കെയോ പ്രശ്നമായി. ഇപ്പോൾ പൊട്ടലോ കാര്യങ്ങളൊക്കെ ഉണ്ടെന്ന് പറഞ്ഞില്ല. അങ്ങനെ കുറേ നേരം അവിടെയൊക്കെ കറങ്ങിയതിന് ശേഷം ഞങ്ങളിതാ തിരിച്ച് വീട്ടിലോട്ട് പോകാനായിട്ട് ഇറങ്ങി. അങ്ങനെ തിരിച്ച് വീട്ടിൽ വന്ന് കുറച്ച് സമയം വീട്ടിലൊക്കെ ഇരുന്നതിന് ശേഷം കേശുവിൻ്റെ മേലൊക്കെ കഴുകി മോൻ്റെ ഡ്രസ്സൊക്കെ മാറ്റിയിട്ട് ഇനി നമുക്ക് അടുത്ത് വീണ്ടും ഒരു യാത്രയുണ്ട്. അതിനായിട്ട് നമ്മൾ പോകാനായിട്ട് ഇറങ്ങിയാണ്. പാർക്കിലൊക്കെ പോയിട്ട് വന്നിട്ട് ഇനി കേശുവിൻ്റെ പാട്ട് ടീച്ചറെ കാണാൻ പോകാനായിട്ട് ഇറങ്ങിയാണ്. ഞാൻ മുമ്പ് പറഞ്ഞില്ലേ ടീച്ചറിൻ്റെ ഒരു സ്റ്റോറിയൊക്കെ. അപ്പോൾ പറ്റുമെങ്കിൽ അവിടെ പോയിട്ട് ടീച്ചറിൻ്റെ വീഡിയോ എടുക്കാം. ഓരോരുത്തർ പ്രൈവസി നമ്മൾ നോക്കണമല്ലോ. അപ്പം നമ്മൾ ഇനി പോണ വഴിക്ക് എന്തെങ്കിലും കഴിച്ചിട്ട് നേരെ ഇനി ടീച്ചറിൻ്റെ വീട്ടിൽ പോകും. അവിടെ ഫുള്ള് ഗ്രില്ല് അടിച്ചിരിക്കുന്നു. അതിനായിട്ട് എങ്ങനെ വെച്ചത്? ആൾക്കാർ ക്രോസ് ചെയ്യായിരിക്കും. അപ്പൊ പിന്നെ ക്രോസ് ചെയ്യുന്നത് അങ്ങനെ ക്രോസ് ചെയ്യാൻ പാടില്ല. ഹൈവേ എവിടെയാണോ ഉള്ളത് നമ്മുടെ ഇഷ്ടത്തിന് നടന്ന് പൊയ്ക്കൊണ്ടിരുന്ന സ്ഥലമൊക്കെ നമുക്ക് തോന്നും പോലെ നമ്മൾ പൊയ്ക്കൊണ്ടിരുന്നിടത്ത് ഇപ്പൊ പിന്നെ ഇങ്ങനെയൊക്കെ കൊണ്ടുവച്ചാ ഭയങ്കര. ഇവിടെയാണ് അയ്യോ അങ്ങ് അറ്റം വരെ വെച്ചടാ കേശുക്കുട്ടാ. നോക്കടാ, ഇത് അങ്ങറ്റല്ല, അവിടെ നിന്നേ തുടങ്ങി. എവിടെ നിന്ന്? അങ്ങ് ചാക്കന്ന് ഊണുണ്ട്. വീട്ടിലെ ഊണുണ്ട്. നമ്മൾ ഇതുവഴി ഇപ്പൊ അങ്ങോട്ട് പോയതേ ഉള്ളു. വീണ്ടും അതുവഴി തിരിച്ചു വന്നു.
ഇനി ഇവിടെ നിന്ന് പഴം കഞ്ഞി കുടിച്ചിട്ട് വേണമെങ്കിൽ അപ്പൊ വീട്ടിലെ ഊണ് വേണ്ട കേശു. അപ്പോൾ ഇന്ന് വീട്ടിൽ രാവിലെ കാപ്പി മാത്രമേ ഉണ്ടാക്കിയുള്ളൂ. പിന്നെ ഞങ്ങൾ മൂന്നാളും കൂടെ മോനെയും കൊണ്ട് പാർക്കിൽ പോയില്ല. അങ്ങനെ പോകാൻ നേരത്തെ അമ്മയോട് നമുക്ക് ഒന്നും ഉണ്ടാക്കേണ്ട, നമുക്ക് പോണ വഴിക്ക് എന്തെങ്കിലും കഴിക്കാന്നൊക്കെ പറഞ്ഞിട്ടാണ് ഞങ്ങൾ വന്നത്. ചേച്ചി പഴം കഞ്ഞിയുടെ കൂടെ എന്തോന്നൊക്കെ ഉണ്ട്? ഒരു പഴം കഞ്ഞി. എനിക്ക് പഴം കഞ്ഞി. അമ്മയ്ക്ക് ഊണ് വേണോ? ആ കഞ്ഞിയിൽ ചോറ് ഒരുപാട് വേണ്ടേ, അതിനനുസരിച്ച് എടുത്താൽ മതി. അമ്മയ്ക്കും പഴം കഞ്ഞി മതി. പ്രതീക്ഷയല്ല വലിയ ആംബിയൻസ് ആണ്. അങ്ങനെ ആംബിയൻസ് കേശുവിന് കുറച്ച് കേശു വിചാരിച്ച വലിയ ഹോട്ടലിലൊക്കെ കയറി. തലക്കറി വേണോ ചൂര? തലക്കറി വേണോ? വേണ്ട. അതിന് മാത്രം ആവും പൈസ. 100 രൂപയെങ്കിലും തലക്കറിക്കാം. ആ പിന്നെ വേണ്ട. കപ്പ, തലക്കറി, മട്ടൻ സൂപ്പ്. അപ്പൊ ഞങ്ങൾ ഇവിടെ പഴങ്കഞ്ഞി കുടിക്കാനായിട്ട് കയറിയിരിക്കണം അല്ലേ കേശു? കേശുവിന് പഴങ്കഞ്ഞി ഒന്നും പോകൂല. കേശു അല്ല അവിടെ ഇരുന്നത് കേശു എടുത്തു. തൈര്, മീൻകറി, എനിക്കും പഴങ്കഞ്ഞി മതി. പിന്നെ പറയാറുണ്ട് സലാഡ്, ക്യാരറ്റ് തോരൻ, പഴങ്കഞ്ഞി വന്നു. തല വേണ്ട, വലുതാണെങ്കിൽ നടക്കൂല. ഞങ്ങളെ പഴങ്കഞ്ഞി ചട്ടിയിൽ നല്ല തണുപ്പുണ്ട് കേട്ടോ. ഇരിക്കൂലല്ലേ? കേശു നല്ല തൈര്. നമ്മള് വീട്ടിൽ കുടിക്കും പോലെ തോന്നും കേട്ടോ. ഇത് ആർട്ടിഫിഷ്യൽ ഒന്നുമില്ല. മോനെ നമ്മള് ചിലപ്പോഴേ പഴങ്കഞ്ഞി കടയിൽ ചെല്ലുമ്പോഴും ഭയങ്കര ആർട്ടിഫിഷ്യൽ ആയിട്ട് തോന്നും. ഇത് പക്ഷെ സംഭവം നമ്മളെ വീട്ടിൽ കുടിക്കും പോലെ തന്നെ. പപ്പടം എക്സ്ട്രാ വാങ്ങിക്കണം. ഇതില് തൈരും മീൻകറിയും ഇട്ടിട്ടുണ്ടായിരുന്നു. പിന്നെ പപ്പടം ഉണ്ട്. അങ്ങനെ ഇതല്ലേ മരിച്ചില്ലല്ലേ? കട്ടത്തൈര് അവർ ഒഴിച്ചിട്ട് സലാഡ് സെപ്പറേറ്റ് വെച്ചിട്ടുണ്ട്. മീൻ കറിയുണ്ട്. അത് കരുവാട്. മോനെ വേറെ മീൻ ഫ്രൈ വേറെ വാങ്ങിക്കാം. തൈര് മുളക് പായസം അല്ല, ഇത് സലാഡ്. കരുവാട് ഫ്രൈ. കൊള്ളായിരുന്നു അയച്ചിട്ട് പഴങ്കഞ്ഞി കട. പഴങ്കഞ്ഞി നമ്മള് നേരത്തെ വന്ന അതേ സ്ഥലത്തൂടെയാണ് ഇപ്പൊ വീണ്ടും പോയിക്കൊണ്ടിരിക്കുന്നത്. പറയട്ടെ നമ്മൾ എവിടെയാണ് ആ ഫ്ലൈറ്റിലും കയറി പോയാലേ കേശു ആ വെള്ളം, കളർ വെള്ളം അമ്മയ്ക്ക് അത് ആളും ഇരിക്കും പോലെ. എവിടെ നമ്മൾ വന്ന പാർക്ക് എവിടെ? ദാണ്ടമ്മ ഇവിടെയാണ് നമ്മൾ വന്നത്. കണ്ട ഇവിടെ കണ്ട. ഓ ഭയങ്കര തിരക്ക്, നല്ല തിരക്കായി കേട്ടോ. നമ്മളൊന്നിപ്പോ ആള് കുറവായിരുന്നു. മേഘം നിൽക്കണത് പണ്ട് നമ്മൾ പറയും ഇതില് ഈ മേഘത്തിൽ കൂടെ നമ്മൾ കയറിപ്പോ നമ്മൾ അവിടെ നമ്മളെ വീട് എന്നൊക്കെ പറയും. ഹെഡ് ക്വാർട്ടേഴ്സ് സൗത്ത് ഓൺ എയർ കമാൻഡ്. ഇതെല്ലാം കേന്ദ്രത്തിന്റെ കയ്യിലാണ് ഈ സ്ഥലം ഫുള്ള്. പക്ഷെ മല നിൽക്കും പോലെ നിൽക്കണം. നോക്കട്ടെ കേശു കിട്ട മേഘം. ചേട്ടാ മേഘം നോക്കിട്ടാ നിക്കണതുണ്ട്.
ഇന്ന് മേഘവിസ്ഫോടനത്തിനുള്ള മേഘമാണ്. അയ്യോ ഇതെന്തൊരു മേഘം കേശു. ഇത് മഞ്ഞുമലയാണ് കേട്ടോ. നമ്മള് കുളു മണാലി കൂടെ പൊയ്ക്കൊണ്ടിരിക്കുകയാണേ. ഇവിടെ ഒരു ആനയുണ്ട് കേശു, ഇവിടെ ഒരു ആനയുണ്ട്. കണ്ടത് അമ്മ എപ്പോഴുതോ ഒരു ആന. ഭയങ്കര രസമായിരുന്നു കേട്ടോ ഈ മേഘങ്ങൾ ഇങ്ങനെ മഞ്ഞുകട്ട പോലെ നിക്കണത് കാണാനായിട്ട്. MG കോളേജ് ചേട്ടൻ പഠിച്ച കോളേജ് ഇത് MG കോളേജ്. ഇവിടെ നിന്ന് നേരെ പോയാല് പരുത്തിപ്പാറ. ഒരുപാട് MG കോളേജ് അല്ലേ. അങ്ങനെ ഞങ്ങൾ ലാസ്റ്റ് ടീച്ചറിന്റെ വീടിന്റെ അടുത്ത് എത്തി. ഇതാ ആ ചാലിൽ കൂടെ വെള്ളം ഇങ്ങനെ കുത്തി ഒലിച്ച് പോകും പോലെ പൊയ്ക്കൊണ്ടിരിക്കും. നെടുമ്പങ്ങാടിന്റെ അടുത്ത് കരകുളത്താണ് ടീച്ചറിന്റെ വീട്. നമ്മ സൂക്ഷിച്ച് കയറ്. ആ വെള്ളത്തിന്റെ സൗണ്ട് നിൽക്കുന്നത്. വെള്ളം ഒഴുകൊണ്ട് വെള്ളച്ചാട്ടം. ഇറങ്ങിയോ? ഓ ടീച്ചർ സംസാരിക്കാത്ത എന്താടാ ടീച്ചറെ കണ്ടിട്ട്? എന്നിട്ട് അച്ഛൻ പറയും. ഇതാണ് ടീച്ചറെ വീട്. ഞങ്ങളിപ്പോൾ ടീച്ചറെ കണ്ടിട്ട് പുറത്തിറങ്ങി. നമ്മൾ ടീച്ചറെ വീഡിയോ ഒന്നും എടുത്തില്ല, നമ്മൾ ശരിയല്ലല്ലോ. ടീച്ചർ ഇപ്പോഴും വീൽ ചെയറിലാണ്. അപ്പോൾ അതിൻ്റെ വീഡിയോ കാര്യങ്ങളൊക്കെ എടുക്കുന്നത് ടീച്ചറിന് ഓരോരുത്തർക്കും ഓരോ പ്രൈവസി ഇല്ലേ. അപ്പോൾ ഞങ്ങളിതാ ടീച്ചറെ കണ്ടിട്ട് തിരിച്ചിറങ്ങിയാണ്. ടീച്ചർ ഇപ്പോൾ ഓക്കെ ആയി. എന്തുവാണേ മറ്റേ വീട്. ടീച്ചർ ഇപ്പോൾ ഓക്കെ ആയി. ഇപ്പോൾ നല്ല റിക്കവർ ആയിട്ടുണ്ട് ടീച്ചർ. പുള്ളിക്കാരനാണ് ടീച്ചറിൻ്റെ ഹസ്ബൻഡ്. അപ്പോൾ അങ്ങനെ ടീച്ചറിനെയൊക്കെ കണ്ടപ്പോൾ നമുക്ക് കുറച്ച് സന്തോഷമായി. അങ്ങനെ ഞങ്ങൾ തിരിച്ച് ഇനി വീട്ടിലോട്ട് പോകാനായിട്ട് ഇറങ്ങി. കുറേ സമയം നമ്മൾ അവിടെ ഇരുന്ന് ഒരുപാട് സമയം ടീച്ചറിൻ്റെ അടുത്ത് സംസാരിച്ചതിനൊക്കെ ശേഷമാണ് ഞങ്ങൾ തിരിച്ച് പോണത്. അപ്പോൾ ടീച്ചർ അന്ന് നടന്ന ആക്സിഡൻറ്റിൻ്റെ കാര്യങ്ങളും അതിൻ്റെ കുറേ കാര്യങ്ങൾ ടീച്ചർ ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുകയായിരുന്നു. കോവിൽ അയണിക്കാട് എട്ടാങ്കല്ല് ശ്രീ ഭദ്രകാളി ക്ഷേത്രം. ഇവിടെ ഒരു ഭദ്രകാളി ക്ഷേത്രമുണ്ട് കേട്ടോ. ഇനി തിരിച്ച് വീട്ടിലോട്ട് പോവുകയാണ്. കേശുവിന് അവിടെ നിന്ന് പഴങ്കഞ്ഞി കുടിച്ചതൊന്നും അത്ര തൃപ്തി വന്നില്ല. അവനെ ഹോട്ടലും അത്രയ്ക്ക് അങ്ങോട്ട് ഇഷ്ടപ്പെട്ടില്ല. അപ്പോൾ ചേട്ടൻ പറഞ്ഞ് തിരിച്ച് പോണ വഴിക്ക് KFC വാങ്ങിച്ചു കൊടുക്കാമെന്ന്. KFC ഞങ്ങളുടെ വീടിനടുത്താണ് ഉള്ളത്. ശങ്കൊച്ചിൻ്റെ ശംഖ് ഫുള്ള് കറക്കുമായിരുന്നു. ഇനിതാ ഹൈപ്പറിൽ പോകണം. ഹൈപ്പറിൽ പോയിട്ട് അരി വാങ്ങിക്കണം, എണ്ണ വാങ്ങിക്കണം, കേശുവിന് എന്തെങ്കിലും സ്നാക്സ് വാങ്ങിക്കണം, സവാള വാങ്ങിക്കണം. ഇനി അതിനും കൂടെ പോയിട്ട് വന്നിട്ട് പിന്നെ റെസ്റ്റ്. ഇനി ഈ ജില്ലയിലുള്ള മുഴുവൻ ആൾക്കാരെയും വിളിച്ച് കാണിക്കുകയാണ്. ഓ ശങ്കൊച്ചിൻ്റെ ശംഖ്. ഇനി ആരെങ്കിലും ഉണ്ടോ കേശു കാണിക്കാനായിട്ട്? പോ ഡേ അങ്ങനെയൊന്നും പറയല്. വാ എടാ നീ എന്തിനാ ഡേറ്റിയെന്ന് വിളിക്കണത്? അവൻ വലിയ കൊച്ചണ്ണേ. ഇതുവഴി ഇറങ്ങും. വാങ്ങിക്കോട്ടെ, സമയമില്ല. അയ്യോ ഇന്ന് രാവിലെ തുടങ്ങിയ ഓട്ടമാണ്. ഇപ്പം ഇതാ മണി 7:15, സമയം 7:15. ഇപ്പോഴാണ് വീട്ടിൽ വന്ന് കയറിയത്. ഹൈപ്പറിൽ പോയി ഹൈപ്പറിൽ യേശുവിനുള്ള സാധനങ്ങളൊക്കെ വാങ്ങിച്ച്. അരിയൊക്കെ തീർന്നായിരുന്നു. നമ്മളിപ്പോൾ 5 കിലോ വെച്ചിട്ട് അരി വാങ്ങിക്കുന്നത്. അല്ലെങ്കിൽ മുന്നേയൊക്കെ ഒരുപാട് ചാക്കിലൊക്കെ എടുത്ത് വയ്ക്കുമായിരുന്നു. പിന്നെ അത് കുറച്ച് ഇപ്പം 5 കിലോ വെച്ചാണ് അരി വാങ്ങിക്കണത്. ഇവിടുത്തെ ഒന്നാമത്തെ കാര്യം ചേട്ടന് റോസറി മാത്രമേ പുള്ളിക്കാരന് ഇഷ്ടപ്പെടുള്ളൂ. അപ്പം നമ്മൾ കൂടുതലും നമുക്ക് റേഷൻ കിട്ടുമല്ലോ, റേഷൻ റോസറി കിട്ടും, അത് തന്നെയാണ് വാങ്ങണത്. പിന്നെ കൂടാതെ 5 കിലോ അല്ലാണ്ട് വാങ്ങും. അതാകുമ്പോൾ നമുക്ക് ഒരു മാസത്തേക്ക് സുഖമായിട്ട് അത് മതിയായിരിക്കും. അങ്ങനെ അതും എണ്ണയൊക്കെ വാങ്ങണമായിരുന്നു. അതൊക്കെ വാങ്ങി ഞാൻ പിന്നെ നേരത്തെ പറഞ്ഞില്ലേ ടീച്ചറിൻ്റെ വീട്ടിൽ പോയ കാര്യം. നമ്മൾ പോയിട്ട് ടീച്ചർ ഇപ്പോൾ വീൽ ചെയറിലാണ്, നമുക്ക് ഊഹിക്കാമല്ലോ. പിന്നെ നമ്മളിന്ന് കണ്ടപ്പോഴേക്ക് ടീച്ചറിൻ്റെ പല്ലൊക്കെ കുറച്ച് പോയിട്ടുണ്ട്. ഇവിടേക്ക് ഒരുപാട് മുറിവ്, ഒരുപാട് ഓപ്പറേഷനും ഒക്കെ കഴിഞ്ഞിട്ട് ഇപ്പോൾ എന്തായാലും ദൈവാധീനം ഉള്ളത് കൊണ്ട് ടീച്ചർ ഇപ്പോൾ ഓക്കെയാണ്. എഴുന്നേറ്റ് നടക്കാനുള്ളതായില്ല. തുടയിലൊക്കെ പൊട്ടിട്ട് തുടയിലൊക്കെ കമ്പിയിട്ടിരിക്കുന്നത് കൊണ്ട് എഴുന്നേറ്റ് നടക്കാനൊന്നും ആയിട്ടില്ല.
പക്ഷേ ആൾക്കാർ എന്തെല്ലാം പറഞ്ഞെന്നറിയാമോ, ടീച്ചർ കോമ സ്റ്റേജിലായിപ്പോയി, ടീച്ചറിന്റെ സംസാരം പോയി, ഒരു വർഷം കഴിഞ്ഞിട്ട് ഇനി എന്തെങ്കിലുമൊക്കെ പറയാൻ പറ്റുള്ളൂ. അങ്ങനെ നമ്മൾ ശരിക്കും നമുക്ക് തന്നെ ഭയങ്കര വിഷമം തോന്നിയ സംഭവങ്ങളൊക്കെ ആയിരുന്നു. നമുക്കും എന്താണ് കറക്റ്റായിട്ടുള്ളത് ഒന്നും അറിയാൻ പറ്റില്ല, ഓരോരുത്തർ പറയുന്നതല്ലേ അറിയാൻ പറ്റുള്ളൂ. അപ്പം നമ്മളിങ്ങനെ കേട്ട് വന്നതൊക്കെ അങ്ങനത്തെ കാര്യങ്ങളായിരുന്നു. പക്ഷെ ടീച്ചറിന് ഒരുപാട് പ്രശ്നങ്ങളൊക്കെ ഉണ്ട്, ഇല്ലെന്നല്ല, ഈ പറഞ്ഞ രീതിയിലുള്ള കാര്യങ്ങളൊന്നുമില്ല. പിന്നെ നമ്മളെ ഭാഷയിൽ പറയണമെങ്കിൽ ഊന്ന് പോണതിനെ പറന്നു പോകും എന്ന് പറയുന്ന ആൾക്കാരാണല്ലോ ചുറ്റുമുള്ളത്. അതുകൊണ്ട് പറഞ്ഞിട്ട് കാര്യമില്ല. ടീച്ചറിന്റെ സംസാരശേഷി പോയി. ഒരു വർഷം കഴിഞ്ഞിട്ട് ടീച്ചറിനെ സംസാരിക്കാൻ പറ്റുള്ളൂ എന്ന് ഞങ്ങൾ അറിഞ്ഞത് ടീച്ചറുടെ ഒരു റിലേറ്റീവ്സ് ആണ് ഞങ്ങളുടെ അടുത്ത് പറഞ്ഞത്. ഞങ്ങൾ അത് അറിഞ്ഞിട്ട് ഭയങ്കര വിഷമം തോന്നിയായിരുന്നു. അങ്ങനെ നമ്മൾ ആ ഒരു വിഷമത്തിൽ ഇരുന്ന ടീച്ചറിനെ കോണ്ടാക്ട് ചെയ്യാനും പറ്റുന്നില്ല. അങ്ങനെ നമ്മൾ ആ ഒരു വിഷമത്തിൽ ഇരുന്നതിന്റെ പിറ്റേ ദിവസം നോക്കിയപ്പോൾ ടീച്ചർ വിളിക്കണം. സത്യം പറഞ്ഞാൽ നമ്മളിങ്ങനെ ഞെട്ടിപ്പോവുമല്ലോ, ആ ഒരവസ്ഥയായിരുന്നു. അപ്പോഴാണ് പിന്നെ കുറെ കാര്യങ്ങൾ അറിഞ്ഞത്. ഈ പറഞ്ഞതൊന്നും അല്ല സത്യം. എപ്പോഴും അങ്ങനെയാണ്, സത്യം എപ്പോഴും എവിടെയൊക്കെയോ മറഞ്ഞിരിക്കുകയായിരിക്കും എന്ന് പറയാറില്ലേ, അതുപോലെയാണ് നമ്മൾ കാണുന്നതും കേൾക്കുന്നതും ഒന്നും അല്ല സത്യം. സത്യം അതിനും മേലെയായിരിക്കും. അപ്പോൾ ടീച്ചറിനെ പോയി കണ്ടപ്പോൾ ഭയങ്കര സന്തോഷം തോന്നി. പിന്നെ അതുമല്ല, നമ്മൾ ടീച്ചർ കുറച്ച് റിക്കവർ ആയതിനു ശേഷമേ പോയി കാണുള്ളൂ എന്ന് നമ്മൾ വിചാരിച്ചിരുന്നത്. നമ്മളൊരു ഒരു പേഷ്യൻ്റ്, ഒരു രോഗിയുടെ അടുത്തോ അല്ലെങ്കിൽ ഇങ്ങനെ ആക്സിഡൻ്റ് ഒക്കെ പറ്റി കിടക്കുന്നവരെടുത്തോ നമുക്ക് ചെയ്യാൻ പറ്റുന്ന ഏറ്റവും വലിയ കാര്യം എന്താണെന്ന് അറിയാമോ? അവർ ഏറ്റവും അങ്ങനെ മോശം അവസ്ഥയിൽ കിടക്കുമ്പോൾ അവരെ പോയി കണ്ട് സഹതപിക്കാൻ നിൽക്കരുത്. നമ്മളെ ചെന്ന് കാണുമ്പോഴേക്കും അയ്യോ, ചിലരൊക്കെ കണ്ടിട്ടില്ലേ, നമ്മൾ അവരെ കാണുമ്പോഴത്തേക്ക് അയ്യോ ഇങ്ങനെ ആയിപ്പോയല്ലോ എന്ന് ചോദിച്ചിട്ട് അവരെയൊക്കെ വിചാരം അങ്ങനെ അവരുടെ അടുത്ത് പെരുമാറിയാൽ മാത്രമേ അവർക്ക് സന്തോഷം വരുള്ളൂ എന്നാണ്. അപ്പോൾ കുറച്ച് റിക്കവറായിട്ടിരിക്കുന്നവരെ നമ്മൾ പോയി ഇങ്ങനെ കരഞ്ഞു കാണിച്ചിട്ട് അവരെയൊക്കെ നമ്മൾ വീഴ്ത്തും. അപ്പൊ സഹതാപമൊന്നും അല്ല ആർക്കും വേണ്ടത്. നമ്മൾ ഇത്രയും ഓക്കെ ആയില്ലേ, ഇനി നിങ്ങൾ കയറി വന്നോളും എന്ന് പറയുമ്പോൾ അവർക്ക് കുറച്ചും കൂടെ മോട്ടിവേഷനാണ് കിട്ടുന്നത്. ഇതിപ്പോ നമ്മളെ ചുറ്റുമുള്ളവർ ചെന്നിട്ട് അയ്യോ ഒരു കൊച്ചു കിടക്കില്ലേ, എന്ത് ചെയ്യും, എങ്ങനെയൊക്കെയാണ് പോയി കരഞ്ഞു. അതുപോലെ നമുക്ക് ഒരുപാട് അസുഖമൊക്കെ ആയിട്ടിരിക്കണവരുടെ അടുത്ത് നമ്മൾ പോയി കണ്ട് നമ്മൾക്ക് ഒരു ഈ പറയുമല്ലോ, ഡോക്ടർ തന്നെ പറയും ഇൻഫെക്ഷൻ ആവും, ആരെ അകത്ത് കയറ്റരുത് എന്നൊക്കെ. എന്നാലും നമ്മൾ എന്ത് ചെയ്യുന്ന വെച്ചാൽ അവർക്ക് എന്തെങ്കിലും തോന്നിയാലോ എന്ന് ചോദിച്ചിട്ട് ഓടി പടച്ചു പോയി അവരെ കണ്ട് നമുക്ക് എന്തെങ്കിലും ചെറിയ ജലദോഷമോ കാര്യങ്ങളോ ഉണ്ടെങ്കിൽ അസുഖം മൊത്തം അവർക്ക് കൊണ്ട് ഡെപ്പോസിറ്റ് ചെയ്ത് കൊടുക്കും. അപ്പൊ അതൊന്നും അല്ല ശരിയായിട്ടുള്ള രീതി. അവരൊന്ന് റിക്കവർ, നമുക്ക് പ്രാർത്ഥിക്കാം, വിളിച്ചന്വേഷിക്കാം. അപ്പൊ ഞങ്ങൾ അതുകൊണ്ട് മാത്രമാണ് ടീച്ചറെ കാണാൻ പോകേണ്ടത് ഇത്രയും ലേറ്റ് ആയത്. പക്ഷെ ഇപ്പൊ ചെന്നപ്പോൾ ടീച്ചർ എല്ലാം ഓക്കെ ആയി. ഞാൻ പറഞ്ഞില്ലേ, എന്നാലും ചെറിയ കാര്യങ്ങളൊക്കെ, കുറച്ച് വലിയ കാര്യങ്ങളൊക്കെ ഉണ്ട്, എന്നാലും ആ ഒരു വലിയ വിഷമഘട്ടം അതൊക്കെ അങ്ങ് മാറി ടീച്ചർ ഓക്കെ ആയി. അപ്പോൾ ഒരുപാട് സന്തോഷം. നമുക്കിപ്പോൾ കാണുമ്പോഴും നമുക്ക് സഹതപിക്കാൻ, ഞങ്ങൾ രണ്ടാളും അങ്ങനെ സഹതപിക്കാനേ പോവാറില്ല. ഇത്രയും ഓക്കെ ആയില്ലേ എന്ന് മാത്രമേ ഞങ്ങൾ എപ്പോഴും പറയാറുള്ളൂ. ഞങ്ങളുടെ അടുത്തിടപെടുന്നവർക്ക് അത് അറിയാൻ പറ്റും. ഒരു സഹതാപമൊന്നും ആർക്കും വേണ്ട. നമുക്ക് അവർക്ക് കുറച്ച് എന്തെങ്കിലും നമ്മളെ കൊണ്ട് ഒരു മോട്ടിവേഷൻ കൊടുക്കാൻ പറ്റിയാൽ അതാണ് ഏറ്റവും വലിയ കാര്യം. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. വീഡിയോ ഇഷ്ടമായി ലൈക്ക് ചെയ്യുക, ഇഷ്ടമായില്ലെങ്കിൽ ഡിസ്ലൈക്ക് ചെയ്യുക. പിന്നെ നിങ്ങളിത് കാണുന്നത് FB-യിലാണെങ്കിൽ എൻ്റെ പേജ് ഒന്ന് ഫോളോ ചെയ്യണം, അല്ല യൂട്യൂബിലാണെങ്കിൽ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാനായിട്ട് മറക്കരുത്. പുതിയൊരു വീഡിയോയും പുതിയ വിശേഷങ്ങളായിട്ട് നമുക്ക് വീണ്ടും കാണാം.